ഗുഡ് മോർണിംഗ്, നമസ്തേ. ഞാൻ രഞ്ജിത്ത്, യോഗ പ്രാണവിദ്യയുടെ സീനിയർ ട്രെയിനറാണ്. ദ ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റ്, കൊൽക്കത്ത. ഇൻ്റർനാഷണലി എല്ലാ രാജ്യങ്ങളിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, പരിശീലനങ്ങൾ നടക്കുന്നുണ്ട്. ഇറ്റലിയിൽ, യൂറോപ്യൻ രാജ്യങ്ങളെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ഇറ്റലിയിലാണ്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് ഏരിയകളിൽ, അതുപോലെ വെസ്റ്റേൺ ഏരിയകളിലൊക്കെ വ്യത്യസ്തമായ ഫൗണ്ടേഷൻസ് നടക്കുന്നുണ്ട്. ഒരുവിധം എല്ലാ രാജ്യങ്ങളിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ലൈസൻസി കൊൽക്കത്തയിലാണ് നമ്മുടെ ഹെഡ് ക്വാർട്ടർ. യോഗ പ്രാണവിദ്യ വിവിധ തരം കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹീലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുപോലെ തന്നെ പ്രോസ്പെരിറ്റി ഡെവലപ്മെൻറ്റിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എനർജി സയൻസ്, അതുപോലെ തന്നെ സ്പിരിച്വൽ പാത്തിലേക്ക് വേണ്ട അത്യപൂർവമായ ചിട്ടപ്പെടുത്തിയ പരിശീലനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഫൗണ്ടർ എൻ്റെ ഗുരുവായ മഹാത്മാ ചോവ കോക്സുയിയാണ്. അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും സീനിയർ സ്റ്റുഡൻറ്റും സഹകാരിയുമായിരുന്ന ഷാർലറ്റ് തുടങ്ങിയ ഫൗണ്ടേഷൻ്റെ ഭാഗമായി ഞാൻ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നു. ഒരുപാട് യോഗ പ്രാണവിദ്യ സ്റ്റുഡൻസ് പിന്നെ പ്രൊഡക്റ്റീവാക്കി അവർ പല രീതികളിലും ഹീലിങ്ങും അവരുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും വളരെ ശക്തമായ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കാൻ ഒരുപാട് പേർക്ക് സാധിച്ചിട്ടുണ്ട് പഠിച്ചതുകൊണ്ട്. ഇതിൻ്റെ ഹയർ ലെവൽസ് ഡിഫറൻസ് ലെവലുകളിലൂടെ തൃശ്ശൂർ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആർഹാത്തിക് യോഗ, ക്രിയാശക്തി, എനർജി ടെക്നോളജി ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ് തുടങ്ങിയ ഒട്ടനവധി ഹയർ കോഴ്സസൊക്കെ ഇവിടെ തന്നെ ലഭ്യമാണ്. ഞാൻ ദ ഇന്നർ സയൻസസിൻ്റെ ലൈസൻസ്ഡ് ട്രെയിനറാണ്. ഓക്കെ, നമസ്തേ. ഞാനിപ്പോൾ ഇന്ന് പറയാനായിട്ട് വിചാരിച്ചത് ഒരു ഗ്രീൻ എനർജിയാണ്. ഈ കോസ്മിക് എനർജിയിൽ, നമ്മുടെ പ്രപഞ്ചത്തിൽ, സൂര്യപ്രകാശത്തിൽ നിലനിൽക്കുന്നത് വൈറ്റ് എനർജി ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഈ വൈറ്റ് കളറാണ്, എല്ലാ നിറങ്ങളും കൂടി ചേർന്ന വൈറ്റ് നിറമാണ് ഈ പ്രകൃതിയിലെ ബയോപ്ലാസ്മിക് ഊർജ്ജമായിട്ട് നിലനിൽക്കുന്നത്. നമുക്കറിയാം, എല്ലാ നിറങ്ങളും കൂടി ചേർന്നാൽ വൈറ്റ് ആവുക എന്നുള്ളത്, വൈറ്റ് കളറാവും. ഇപ്പോൾ സൂര്യരശ്മികൾ 7 ലെയറായിട്ടാണ് നിൽക്കുന്നത്. അതിൽ നമുക്കറിയാം വിബ്ജിയോറൊക്കെ അല്ലേ, ചില സമയത്ത് നമുക്ക് മഴവില്ല് കാണാനായിട്ട് സാധിക്കും. അതിലത്തെ ചില നിറങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പാടില്ല. പക്ഷെ മറിച്ച് ചില നിറങ്ങൾ വളരെ അത്ഭുതകരമായി രോഗം നിവാരണത്തിനും മറ്റുള്ള പ്രതിസന്ധികൾക്കും പരിഹാരമായിട്ട് നമുക്ക് സ്വാംശീകരിച്ചെടുക്കാനായിട്ട് പഠിച്ചാൽ അതെടുത്ത് അതിനെ ഡൈലൂട്ട് ചെയ്തിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട്. ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല, അത് പരിശീലനം കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഞാനിവിടെ ചെറിയ ടെക്നിക്സ് പറഞ്ഞു തരികയാണ്. ഈ കളറിൻ്റെ ഇതൊരു ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് ഇതൊരു ഉപയോഗപ്പെടട്ടെ, ഇത് ചെറുതായെങ്കിലും അവർക്ക് പരിശീലിക്കാനായിട്ട് അവരുടെ ജീവിതത്തിൽ സൗഖ്യം ഉണ്ടാക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള താല്പര്യം കൊണ്ട് മാസ്റ്റർ മഹാത്മാ ചോവ കോക്സുയുടെ, ഷാർലറ്റ് ആൻഡേഴ്സിൻ്റെയും മഹാഗുരുജി ചോങ്ചിങ് മെയ്ലിംഗ് എന്നിവരുടെയൊക്കെ അനുഗ്രഹത്താൽ, പെർമിഷനാൽ ഞാനിത് അവതരിപ്പിക്കുന്നു. വളരെ ലളിതമായ കുറേ കാര്യങ്ങളാണ്, വേറെ സെപ്പറേറ്റ് വീഡിയോകളായിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഗ്രീൻ എനർജിയാണ്. 7 നിറങ്ങളിലെ ഒന്ന് ഗ്രീനാണ്. ഈ ഗ്രീൻ നിറത്തെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, നമുക്ക് നമ്മുടെ ശരീരത്തിലെ അഴുക്കുകൾ കെട്ടിക്കെടുക്കുക, രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ഊർജ്ജങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് സ്വാംശീകരിക്കപ്പെട്ട് അറിയാതെ കടന്നു പോയിട്ടുള്ള മൈക്രോജെംസ് ആൻഡ് നെഗറ്റീവ് ഫോഴ്സ് ഓഫ് ഡിസീസ്ഡ് എനർജീസ്, അത് ആദ്യം തന്നെ നമുക്ക് രോഗമായിട്ട് മാറില്ല. അത് ആദ്യം വന്നു കിടന്ന് കുറച്ച് കാലക്രമേണ അവരുടെ സ്ട്രെങ്ത് ആർജിച്ച് അവർ നമ്മുടെ സെൻട്രൽ മെറിഡിയൻ സിസ്റ്റത്തിലേക്ക് കടന്നിട്ടാണ് നമുക്ക് രോഗമാകുള്ളൂ. അതിന് മുമ്പ് നമ്മുടെ ഓറയിൽ എനർജി ബോഡിയിൽ തങ്ങി നിൽക്കുക. അതുപോലെ തന്നെ വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് ഉണ്ട്, ചക്രാസ്. ഈ ചക്രാസിലേക്ക് ഇത് ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ അതിനൊരു ഫിൽറ്ററിങ് നടക്കുന്നുണ്ട്. ഈ പല ചീത്തകൾ വരുമ്പോൾ, രോഗങ്ങളുള്ള ഊർജ്ജങ്ങൾ വരുമ്പോൾ ഈ നമ്മുടെ വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഡിഫൻസ് ഉണ്ട്.
എന്നാലും ചില ഊർജങ്ങൾ അതിശക്തമായിട്ടുള്ളത് അതിനെയൊക്കെ ഭേദിച്ച് ഉള്ളിലേക്ക് കടക്കാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ അവിടെ ഫിൽട്ടർ ചെയ്യണ ഭാഗത്ത് അത് അവിടെ തങ്ങി നിന്നുകൊണ്ട് കൂടുതൽ ശക്തി ആർജിച്ച് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്കെങ്ങനെ ഈ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് കടന്നുകൂടിയ ചീത്ത ഊർജ്ജങ്ങളെ എങ്ങനെയൊക്കെ നമുക്കെടുത്ത് ചില വളരെ ലളിതമായ ശ്വസന സമ്പ്രദായത്തിൽ കൂടെ നമുക്ക് എങ്ങനെ കളയാമെന്നുള്ളതാണ്. ഇപ്പോൾ ഗ്രീൻ പ്രാണനെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഗ്രീൻ പ്രാണന് പ്രത്യേകമായ സവിശേഷതയുള്ളത് അതിന് ബ്രേക്കിംഗ് ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ചീത്ത ഊർജ്ജങ്ങളൊക്കെ വിഘടിപ്പിച്ച് കളയാനുള്ള ശക്തി അതിനുണ്ട്. അതൊരു ക്ലീനിങ് പ്രോസസ്സിന് വളരെ ഈ ഗ്രീൻ കളർ വളരെ ഇഫക്റ്റീവാണ്. ഗ്രീൻ അത് നമ്മുടെ ഒരു ദിശകൾ വെച്ച് നോക്കുകയാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് അത്, വെസ്റ്റ് സൈഡിൽ നിന്നാണ് അത് കടന്നു വരിക. ഓരോന്നും ഓരോ ദിശകൾക്ക് പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. പ്രത്യേകമായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ അവെയർ ചെയ്യുന്നില്ല, അപ്പോൾ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. പക്ഷെ മറിച്ച് നിങ്ങൾക്ക് ഈ ഗ്രീൻ എനർജിയുടെ സിസ്റ്റം, അതിൻ്റെ പവർ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ കയറിക്കൂടിയിട്ടുള്ള രോഗങ്ങളെ റിമൂവൽ ചെയ്യാൻ, എക്സ്പെൽ ചെയ്ത് ഇറാഡിക്കേറ്റ് ചെയ്ത് കളയാനുള്ള ശക്തി ഉണ്ടാക്കും. അപ്പോൾ ഒന്നുമില്ല, നമുക്ക് ഒരു സുഖമില്ലാത്ത അവസ്ഥ, ആകെ ശാരീരികമായിട്ടൊരു അസ്വസ്ഥം, സൗഖ്യമില്ലായ്മ, വേദനകൾ, പൊതുവെ റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുക, അങ്ങനെ വരുമ്പോൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ അധികം ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഗ്രീൻ എല്ലാത്തിനും ഉപയോഗിക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് ശരീരത്തിന് വേണ്ടി എങ്ങനെ നമ്മുടെ ഉള്ളിൽ കയറിക്കൂടിയ ചീത്ത ഊർജ്ജങ്ങളെ കളയാമെന്നാണ്. വളരെ റിലാക്സ്ഡ് പോസ്റ്റിലിരിക്കുക, കൈകാലുകൾ ക്രോസ് ചെയ്യാതെ ചാരി റിലാക്സ് ചെയ്തിരുന്ന് നമ്മൾ കണ്ണടച്ചിരിക്കുക. എന്നിട്ട് ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ശ്വാസം എടുക്കുന്നത് വയറിലേക്കായിരിക്കണം, അബ്ഡോമിനൽ ബ്രീത്ത് ആയിരിക്കണം. ഗ്രീൻ എനർജി ഇൻഹെയിൽ and exhale the stress energy and pain energy, other dirty energies, diseased energies. ശ്വാസം എടുക്കുമ്പോൾ ഒരു പച്ച നിറമുള്ളിലേക്ക് ആ ശ്വാസത്തിൽ കൂടെ കടന്നു വരുന്നതായിട്ടൊന്ന് സങ്കല്പിക്കുക. ഈ സങ്കല്പം പ്രാക്ടിക്കലായിട്ട് നടക്കും അതേ സെയിം ടൈമിൽ. അത് എങ്ങനെയാണ് നടക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾ കോഴ്സൊക്കെ പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗ്രീൻ എനർജി നമ്മൾ ഇൻഹെയിൽ ചെയ്യുകയാണ്, ഉള്ളിലേക്ക് എടുക്കുന്നു. അത് എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ സങ്കല്പിക്കുക, ചീത്ത ഊർജ്ജങ്ങൾ, ഒരു ഗ്രേയിഷ് റെഡിഷൊക്കെ കളറുള്ള ചീത്ത ഊർജ്ജങ്ങൾ പുറത്തേക്ക് തള്ളിപ്പോകുന്നത് അറിയുക, ഫീൽ ചെയ്ത് ചെയ്യുക. ഇൻഹെയിൽ ഗ്രീൻ, then exhale dirty energies. Remove all the physical energies that what making pain, disturbances and other things in our body. അതിന് ഈ ഗ്രീനിൻ്റെ ഒരു പ്രത്യേകതകളാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഇൻഫെക്ഷൻ പവറുള്ളതാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഇൻഫെക്ഷൻ പവറുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്തൊരു ഇൻഫെക്റ്റഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യുക. ഇൻഹെയിൽ ഗ്രീൻ എനർജി, then focus that particular area where there is pain or infected. Inhale green and എന്നിട്ട് ആ ഗ്രീൻ നിറം അവിടേക്ക് പോകുന്നതും അതിലത്തെ ഡേർട്ടി എനർജിയെ, ഈ ചീത്ത ഊർജ്ജത്തെ, അവിടെ രോഗം ബാധിച്ച ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ടുള്ള ഭാഗത്തു നിന്നും ചീത്ത എനർജിയെ എടുത്തത് എക്സ്ഹെയിൽ ചെയ്ത് കളയുക. അത് പുറത്തേക്ക് ആ കളർ ചെല്ലുമ്പോൾ, ഗ്രീൻ നിറം ചെല്ലുമ്പോൾ അവിടെ നിന്ന് അത് എക്സ്പെല് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. ഈ സങ്കല്പത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എങ്ങനെയാണ് സങ്കല്പിക്കുമ്പോൾ ഇത് നടക്കുക എന്നുള്ള സംശയമൊക്കെ തീരണമെങ്കിൽ നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ടൊരു ഡിഫറെൻറ്റ് ഡൈവേഴ്സിറ്റിയിലേക്ക്, വേറൊരു ലോകത്തേക്ക് തന്നെ നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും. വളരെ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് ക്ലാസ്. വെറുതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കലല്ല, അത് വ്യക്തമായി തെളിവോടുകൂടി നിങ്ങളെക്കൊണ്ട് പ്രാക്ടിക്കലി അത് ചെയ്യിക്കുക, അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കയറിക്കൂടിയ ഡിസീസുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഊർജ്ജങ്ങൾ കയറിക്കെടുക്കുന്നതിനെ കളയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഹെയിൽ ഗ്രീൻ, എക്സ്ഹെയിൽ ദാറ്റ് പൊള്യൂട്ടഡ് എനർജി, അതിനെ റിജക്റ്റ് ചെയ്യുക. അങ്ങനെ ഇൻഹെയിൽ
എക്സ്ഹെയിൽ. അപ്പോൾ ഈ ഗ്രീൻ കളർ അതിന് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് കളയും. അല്ലാതെ ചീത്തനങ്ങൾ പുറത്തേക്ക് കളയല്ല ചെയ്യുക. അത് എടുത്ത് കളയുന്നതോട് കൂടിയിട്ട് അത് നശിച്ച് പോകും. ഊർജ്ജത്തിന് നാശമില്ലാത്തതുകൊണ്ട് അതിനെ വിഘടിപ്പിച്ച് കളയും. വിഘടിപ്പിക്കുമ്പോൾ അതിനൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും, വേറെ രൂപത്തിലേക്ക് മാറും, ചീത്തയല്ലാത്ത രൂപത്തിലേക്ക് അത് മാറും. ഇങ്ങനെ ഒരു 21 ടൈംസ് നമ്മൾ ഇൻഹെയിൽ ഗ്രീൻ ആൻഡ് എക്സ്ഹെയിൽ സ്ലോലി ആൻഡ് കംഫർട്ടബിളി. ഡോണ്ട് ഡു ഫാസ്റ്റ്. നിങ്ങൾ തിരക്കൂട്ടിട്ടൊന്നും അങ്ങനെ ചെയ്യല്ല വേണ്ടത്. സാവധാനം അത് ചെയ്യുന്നത് അറിഞ്ഞ് ഫീൽ ചെയ്ത് നിങ്ങളുടെ ശരീരത്തിലുള്ള ഡിസ്കംഫർട്ടൊക്കെ കുറയുന്നതൊക്കെ നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുക. ഇതൊരു പരീക്ഷിച്ച് നോക്കുക. ഞാൻ പറയണത് അങ്ങനെ വിശ്വസിക്കുകയല്ല വേണ്ടത്. എപ്പോഴും നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഗുണഫലം കണ്ടെത്തുക എന്നുള്ളതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഗുണപരമായി മാറട്ടെ. ഇത് ലോകനന്മയ്ക്ക് വേണ്ടി എൻ്റെ ഗുരുവിൻ്റെ പ്രാക്ടീസിൽ നിന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റിസർച്ചിൽ നിന്നൊക്കെ കണ്ടെത്തിയ ഈ ആശയങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് കാരണമാക്കുന്ന ഈ പരിശീലനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് സാധിച്ചതിൽ സർവേശ്വരനോടും ഗുരുക്കന്മാരോടുമൊക്കെ ഞാൻ നന്ദി പറയുന്നു. നിങ്ങളിത് പരിശീലിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു. നമസ്തേ രഞ്ജിത്ത്.